ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡും പഴവും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മീഡിയം പഴുപ്പുള്ള പഴമാണ്. ഒരുപാട് നന്നായിട്ട് പഴുത്തു പോയ പഴം ഇതിനു വേണ്ടി എടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പഴുപ്പുള്ള പഴം തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് 3 എണ്ണവും. ഇനി നമുക്ക് ഒരു പഴം എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ 4 ആക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പഴം നമുക്കിവിടെ 8 പീസായിട്ട് കിട്ടും. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതുപോലെ 3 എണ്ണവും കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഞാനിവിടെ 3 പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ബാക്കിൽ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു മോഡലിൽ കിട്ടും. ഇതുപോലെ തന്നെ എല്ലാത്തിലും ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ല പോലെ ഇഷ്ടാവുകയും ചെയ്യും, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, ഒരു കൗതുകമൊക്കെ തോന്നും. ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 3 സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിലും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കണക്ക്. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു തുള്ളി ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയാണ് ഉള്ളത് എങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒട്ടും കട്ട കെട്ടാതെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ നടിച്ചെടുക്കാം. ഇപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദാമാവിലൊന്ന് മുക്കിയെടുക്കാം ഈ ഒരു പഴം. എന്നിട്ട് നമുക്ക് ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ അതാ നമ്മൾ ഈ ഒരു പഴം നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് കൊത്തി കൊടുത്തതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചൊക്കെ പിടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും, അകമൊന്നും വേവയില്ല. അതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ വാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും സമയം വരെ നമ്മൾ ഇതുപോലെ തന്നെ ഒരേ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.